ലഹരി കേസിലെ 2 പുതുമുഖ സംവിധായകരും അറസ്റ്റിലായി. ഇന്നലെ കൊച്ചിയിലെ ഹൈക്കോടതിക്കടുത്തുള്ള വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിൽ എക്സൈസ് ഒരു റെയ്ഡ് നടത്തി. അവിടെ സമീർ താഹിർ എന്ന പുതുമുഖ സംവിധായകൻ്റെ ഫ്ലാറ്റിലാണ് റെയ്ഡ് നടത്തിയത്. ആ സംവിധായകൻ അവിടെ ഇല്ലായിരുന്നു. അതേസമയത്ത് 2 പുതു സംവിധായകർ ആ ഫ്ലാറ്റിലുണ്ട്, മറ്റൊരാളും ആ ഫ്ലാറ്റിലുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ അവിടെ പ്രമോദ് നടത്തിയ റെയ്ഡിൽ ആണ് ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഖാലിദ് റഹ്മാന് അടുത്ത കാലത്ത് 2 സിനിമ എടുത്തിരുന്നു. തല്ലുമാല എന്നൊരു സിനിമ, ആലപ്പുഴ ജിങ്കാന. അത് ആലപ്പുഴ ജിങ്കാന ഒരുവിധം ഓടിയെന്ന് തോന്നുന്നു. എന്തായാലും പുതുമുഖ സംവിധായകനായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസ എന്ന സംവിധായകനെയും, അത് ഒരു പുതുമുഖ സംവിധായകനാണ്, അവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. അഷ്റഫ് ഹംസ 2 സിനിമ എടുത്തിട്ടുണ്ട്. തമാശ എന്നൊരു സിനിമ, ഭീമൻ്റെ വഴി എന്നൊരു സിനിമ. അപ്പോൾ ഈ 2 പേരും 4 സിനിമ ഇറക്കിയവരാണ്, പുതുമുഖ സംവിധായകരാണ്. അപ്പോൾ അവർ താമസിക്കുന്നത് സമീർ താഹിറിൻ്റെ ആ മുറിയിൽ, അയാളുടെ ഫ്ലാറ്റിൽ. സമീർ താഹിർ അവിടെ ഇല്ല. ഏതായാലും എക്സൈസ് നടത്തിയ റെയ്ഡിൽ അവർക്ക് ഏകദേശം 1.5 ഗ്രാമോളം അവിടെ ലഹരി കണ്ടെത്തി കഴിഞ്ഞു. ഹൈബ്രിഡ് കഞ്ചാവാണ് കിട്ടിയത്. അവരുടെ ഒപ്പം 3ാമത് ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഷാലിഹ് മുഹമ്മദ്. അയാളാണ് സപ്ലയർ എന്ന് തോന്നുന്നു. എന്തായാലും അവർ ഹുക്ക പോലെ ഇത് വലിക്കാനുള്ള സാധനങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം സ്ഥിരമായി ഇവർ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മലയാളത്തിലെ പുതുമുഖ സംവിധായകരും അവരെ ആർട്ടിസ്റ്റുകളും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവരൊക്കെ ധരിക്കുന്നത് ഈ ലഹരി എന്നെങ്കിൽ മാത്രമേ ഭാവന ഉണ്ടാവുകയുള്ളൂ. ലഹരി എന്ന് കഴിഞ്ഞാൽ ബ്രെയിനും ഒക്കെ നശിക്കുമെന്നല്ലാതെ ഒരു പുതിയ ഭാവനയൊന്നും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അവരൊക്കെ ഏതോ ഒരു പ്രത്യേക മൂഡിലോട്ട് വരാനായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ അന്നേരം ചിന്തിക്കുമ്പോഴാണ് പുതിയ പുതിയ കഥകൾ വരുന്നതെന്നൊക്കെ ഒരു ധാരണ, അബദ്ധജടിലമായ ധാരണകൾ വെച്ച് പുലർത്തുന്നവരാണ്. ഏതായാലും ഇവർ കഞ്ചാവ് അടിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ്, സംശയമൊന്നുമില്ല. ഏതായാലും എക്സൈസ് അവരെ 2 പേരെയും ജാമ്യത്തിൽ വിട്ടു. അതേസമയത്ത് ഷാലിഖ് മുഹമ്മദിനെ വിട്ടില്ല. അയാളാണ് സപ്ലയർ എന്നൊരു സംശയമുണ്ട്. അയാൾക്ക് എവിടുന്ന് കിട്ടി, അയാളാണ് ഇത് ഇവർക്ക് കൊടുത്തെങ്കിൽ എവിടുന്നാണ് അയാൾക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കിട്ടിയത്? ഹൈബ്രിഡ് കഞ്ചാവ് അടുത്ത കാലത്ത് വളരെയധികം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പലരും. ധാരാളം ആൾക്കാർ ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിൽ, അത്ര ആവശ്യക്കാർ ഇവിടെ കൂടുതലാണ്. സിനിമാ മേഖലയിലുള്ളവരെല്ലാവരും ഇപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്നവരായിട്ട് വന്നിരിക്കുന്നു. ഭൂരിപക്ഷം പുതിയ സംവിധായകരും ടെക്നീഷ്യന്മാരും സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ്. MDMA ഉപയോഗിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു റെയ്ഡ് നമ്മൾ കണ്ടല്ലോ. അവിടെ ഏകദേശം 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് അവിടെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന സമയത്ത് അത് അന്നത്തെ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും കൊണ്ടുവന്നതാണ് എന്ന് അന്നൊരു വാർത്ത വന്നിരുന്നു. ആയിരിക്കാം. ഏതായാലും എക്സൈസിൻ്റെ ആ കേസിനകത്ത് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷനൊക്കെ ഉണ്ട്. കാരണം അത് ബാങ്കോങ്, സിംഗപ്പൂര് അവിടേക്കായിട്ട് ബന്ധപ്പെട്ട കുറേയധികം മണി ട്രാൻസാക്ഷൻ ഉണ്ട്. അത് അവിടുന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് വരുന്നതെന്നാണ് തോന്നുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നമ്മൾ കണ്ടത്, കൊച്ചിയിൽ നിന്ന് ഏകദേശം 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് റാസൽ ഖൈമയ്ക്ക് അയക്കാനായിട്ട് അങ്ങനെ പിടിക്കപ്പെട്ടു. അപ്പം കേരളം എന്ന് പറയുന്നത് ഈ കഞ്ചാവിൻ്റെ ലഹരിയുടെയും ഒരു ഹബ്ബായിട്ട് മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയത്ത് സിനിമാ മേഖലയിൽ ഇത് വ്യാപകമായി. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പലരും മലയാളികൾ സിനിമ ഫോണ്ട് അല്ലെങ്കിൽ സിനിമയോട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരുടെ ജീവിതത്തിൽ കുട്ടികൾ മുഴുവൻ പ്രായമുള്ളവരെല്ലാം അവരുടെ എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണുക എന്നുള്ളതാണ്. ബംഗാളിലും ഇതുപോലൊരവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഡ്രഗ്സ് അടിക്കുന്നവരും ഇതുപോലെ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെയൊക്കെ സിനിമയാണ് ഭൂരിപക്ഷം സിനിമകളും വരുന്നത്. അല്ലാത്ത വിരലെള്ളാവുന്ന സിനിമ മാത്രമേ റിലീസ് ആവുന്നുള്ളൂ.
നമ്മുടെ സിനിമയുടെയും ഇന്ത്യൻ സിനിമയുടെയും ബംഗാൾ സിനിമയുടെയൊക്കെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവരിൽ നിന്ന് ഒന്നും പഠിക്കാനില്ല. കേരളത്തിലെ സമൂഹത്തിന് ഇപ്പോൾ ഇറങ്ങുന്ന സംവിധായകരിൽ നിന്നോ ഒന്നും പഠിക്കാനില്ല. നല്ലൊരു മ്യൂസിക് വരുന്നില്ല, നല്ല സംവിധായകരില്ല, നല്ല ഡയറക്ഷൻ വരുന്നില്ല, നല്ല ഫോട്ടോഗ്രാഫി വരുന്നില്ല. നമുക്ക് കിട്ടുന്നത് എന്താണ്? എങ്ങനെയാണ് ഒരാളെ കൊല്ലേണ്ടത്, ഏതൊക്കെ വിധത്തിൽ കൊല്ലാം, കുട്ടികളെ എങ്ങനെ കൊല്ലാം, വലിയവരെ എങ്ങനെ കൊല്ലാം, അതിനൊക്കെ ഏതൊക്കെ ആയുധങ്ങൾ വേണം, ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ചില ഭീകര രീതിയിൽ അമാനുഷികമായ ചില മുഖങ്ങളൊക്കെ കാണിച്ചിട്ട് മലയാളികൾ ഇങ്ങനെ അവരുടെ സിനിമാ രംഗത്ത് ഇതുവരെ സൃഷ്ടിച്ച ആ പാരമ്പര്യം അവിടെ നിന്നൊക്കെ നമ്മൾ മാറിപ്പോയി. ഇപ്പം എങ്ങനെ കൊല്ലാം, ഏത് വിധത്തിൽ കൊല്ലാം, അതിന് ഏതൊക്കെ ഉപകരണങ്ങൾ വേണം, ഏതൊക്കെ ആയുധങ്ങൾ വേണം, അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കൊന്നയാളെ തെളിവ് നശിപ്പിക്കുന്നത് എങ്ങനെയാണ്, കഷ്ണം കഷ്ണമാക്കിയ ആൾക്കാരെ മൃതദേഹം പല ഭാഗത്തും കൊണ്ടിടുന്നതൊക്കെ അതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ആധുനിക സംവിധായകരുടെ എല്ലാവരുടെയും ഡയറക്ഷൻ. അതേ അവരുടെ തലയിൽ കയറുന്നുള്ളൂ. അതുതന്നെയല്ല അവർ പിന്നെ നോക്കുന്നത് പോലീസ് എങ്ങനെ പിടിക്കാതിരിക്കും, പോലീസിനെ എങ്ങനെ പറ്റിക്കാം, എവിഡൻസ് എങ്ങനെ നശിപ്പിക്കാം, കോടതിയെ എങ്ങനെ പറ്റിക്കാം. ഇതൊക്കെയാണ് മലയാളികൾക്ക് ഇപ്പം ഇവിടുത്തെ ആധുനിക സംവിധായകർ സംഭാവന ചെയ്തത്. നമ്മുടെ പാരമ്പര്യമൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മുടെ ഇന്ത്യയുടെ സിനിമാ രംഗത്ത് അതുല്യമായ പ്രതിഭകളുള്ള ധാരാളം ആക്ടേഴ്സ് നമുക്കുണ്ടായിരുന്നു, സംവിധായകരുണ്ടായിരുന്നു. ബംഗാൾ സിനിമയും അങ്ങനെ തന്നെ. ഇപ്പം പൊതുവെ ആന്ധ്രയും തമിഴ്നാടും കേരളവും ഒക്കെ ഈ വിധ്വംസ പ്രവർത്തനത്തിൻ്റെ ഒരു പര്യായമായ കൊല്ലലും വെടിവെപ്പും അത് ബോംബ് ഉപയോഗിച്ച് കൊല്ലുന്നതും ഇങ്ങനെയുള്ള ചില അമാനുഷികമായ പ്രവൃത്തികൾ, അങ്ങനെ പ്രവൃത്തികൾ ചെയ്യുന്നതെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്ന സിനിമകൾ മാത്രമാണ്. ഇതെങ്ങനെ നമുക്ക് നിരോധിക്കാൻ പറ്റും? ഏതായാലും ഈ രണ്ട് യുവ സംവിധായകർ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയൊക്കെ എല്ലാവരും കണ്ടിരിക്കുന്നു. ഏതായാലും അവർ കഞ്ചാവിന് അടിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ പിടുത്തത്തോടുകൂടി അത് കൃത്യമായി. അവരെ എന്തായാലും ഇപ്പം ഫെഫ്കായുടെ പ്രസിഡന്റ് രണ്ടുപേരും പ്രാരംഭമായിട്ട് റെഡ് ഹാൻഡായിട്ട് പിടിച്ചുകൊണ്ട് സിബി മലയിൽ അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, രണ്ടുപേരും. നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ വരാതിരിക്കാൻ, ഇത് പുറത്തേക്ക് വരാൻ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ക്രിമിനലായ സംവിധായകരുടെ സിനിമ നിരോധിക്കുകയും ചെയ്യണം. അത് നമുക്ക് തിയേറ്ററുകാരോ അല്ലെങ്കിൽ അതുപോലെയല്ല ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അത് തിയേറ്ററുകാർ തീരുമാനം എടുക്കണം. അങ്ങനെയുള്ള സിനിമ പ്രദർശിപ്പിക്കത്തില്ല, സമൂഹത്തിനെ നശിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ പാരമ്പര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അടൂർ ഗോപാലകൃഷ്ണൻ നമുക്കുണ്ട്, ഷാജി കരുൺ നമുക്കുണ്ട്, എത്രയെത്ര അവാർഡ് വാങ്ങിയ സിനിമകൾ എടുത്തവരാണ്. പിന്നെ അഭിനയം ഇന്ത്യ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും മുന്തിയ അഭിനയ നേതാക്കൾ, അതൊക്കെ മലയാളികളുടെ സംഭാവന. ഭുവൻ ഷോം എന്നുള്ള സിനിമയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ബംഗാളിലെ സജിത് റേയുടെ ലോകം മുഴുവൻ ആരാധിക്കുന്ന സത്യജിത് റേ സമൂഹത്തിന് ഗുണം ചെയ്യുന്നു, സമൂഹത്തിലെ ചില കാര്യങ്ങളൊക്കെ മാത്രമാണ് അവർ സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുരോഗമനപരമായ ചിന്തയുണ്ടാവും, മനുഷ്യസ്നേഹം എന്താണെന്നറിയാം, ഓരോരുത്തരുടെ പ്രവർത്തികളുള്ള തെറ്റും കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഹാരഥന്മാരുടെ സിനിമയുടെ ഭാഗത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്ന കഞ്ചാവ് അടിച്ച് നടക്കുന്ന ചില ആൾക്കാരുടെ വികൃതമായ മനസ്സും വികൃതമായ ഭാവനകളും അവർ മനുഷ്യനെ കൊല്ലുന്ന രീതികളൊക്കെ തന്നെയാണ് സമൂഹത്തിനെ പഠിപ്പിക്കുന്നത്. അത് നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അഭിനയ സാമ്രാട്ടുകളായ അല്ലെ അഭിനയ ചക്രവർത്തികളായ മലയാളത്തെ കുറേ ആൾക്കാരെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, സത്യൻ എന്ന നടത്തിനെ കവച്ചു വെക്കാൻ ഇന്ത്യയിൽ ഒരു നടനുമില്ല. അതുപോലെ പിന്നീട് വന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുണ്ട്, PJ ആന്റണി കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരെ ആലോചിച്ച് നോക്കിക്കോളൂ. മലയാളത്തിലെ ആ അതുല്യ നടന്മാരെ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ആ മുഹൂർത്തങ്ങൾ. പിന്നെ നമ്മുടെ ചെമ്മീൻ്റെ സംവിധായകർ, നമ്മുടെ പൂർവ്വരായ പല സംവിധായകരും നമ്മൾ ആലോചിച്ച് നോക്കണം. മലയാളത്തിലെ മ്യൂസിക് കമ്പോസേഴ്സിനെയൊക്കെ പറ്റി നമുക്ക് ഇനി ആധുനിക രീതിയിലുള്ള സംവിധായകരും മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ ഒരു പാട്ടും നമ്മളാരും നമ്മുടെ ഓർമ്മയിലില്ല. ഇടിയും ബഹളവും AR റഹ്മാൻ്റെ ആ രീതിയിലുള്ള ബഹളങ്ങൾ നടക്കുന്ന സിനിമയും നിലവിളിയും കാറിച്ചയും കൂവിച്ചയും ഒക്കെ പോലെ സംഗീതത്തിൽ ചേർത്ത് അതൊന്നും അല്ല ഇന്ത്യൻ സംഗീതം. ഇന്ത്യൻ സംഗീതങ്ങൾ വ്യത്യസ്തമായ സംഗീത ധാരയാണ്. കർണാട്ടിക് സംഗീതത്തിൻ്റെ മൂല്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ട സിനിമാ സംവിധായകരും സിനിമ ഡയറക്ടേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും അതുപോലെയുള്ള ആൾക്കാരുടെ പാരമ്പര്യമുള്ളതാണ് മലയാള സിനിമ. അത് മുഴുവൻ നശിച്ച് കഴിഞ്ഞിരിക്കുന്നു, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംവിധായകരും നമുക്ക് പുറത്താക്കണം. അവരുടെ സ്വാതന്ത്ര്യത്തിനൊന്നും നമ്മൾ ഭംഗം ചെയ്തു, പക്ഷേ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല.
അത് ഒരു സെൻസർ ബോർഡ് ഉണ്ടെങ്കിൽ തന്നെയും മലയാളത്തിലെ സാംസ്കാരിക വേദിയിലുള്ളവർ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക ബോർഡ് ഉണ്ടാക്കിയിട്ട് അത് വീണ്ടും സെൻസർ ചെയ്യുന്നതിന് ഇവിടെ ഒരു തടസ്സവുമില്ല. നമ്മുടെ സാംസ്കാരിക ഉന്നമതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് കൊണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്കിലും രക്ഷപ്പെടുത്തി നല്ലൊരു സിനിമാ അവബോധം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. മനുഷ്യനെ കൊല്ലുന്ന ചിത്രീകരിക്കുന്ന സിനിമകളൊക്കെ പ്രോഹിബിറ്റ് ചെയ്യേണ്ടതാണ്. അത് കാണാനായിട്ട് തിയേറ്ററുകാർ, അവരെ സംഘടനകൾ, ഫെഫ്ക അങ്ങനെയുള്ളവർ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ദൂഷ്യം ചെയ്യുന്നതാണെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. എന്തായാലും ഇപ്പം എക്സൈസ് പിടിച്ചിരിക്കുന്ന ഈ 2 സംവിധായകരും ജാമ്യത്തിൽ പോയെങ്കിലും അവർക്ക് എവിടുന്നാണ് ഈ ലഹരി അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് കിട്ടുന്നത് എന്ന് കണ്ടെത്തണം. അതിനൊരാളെ അവർ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, നമ്മൾ ആലപ്പുഴയിൽ നമുക്കറിയാലോ, അവിടെ നമ്മൾ 2-3 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കൈയുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വരണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇല്ലെങ്കിൽ പോലീസും സംയുക്തമായി നടത്തുന്ന ഈ ഒരു സംഭവം കൊണ്ട് മലയാള സിനിമയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പം കൃത്യമായി നമുക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മലയാള സിനിമയിൽ അമരത്തിരിക്കുന്നവരും പെപ്ക ഉൾപ്പെടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ സ്കില്ലുള്ള മലയാളത്തിലെ നല്ല ഡയറക്ടേഴ്സൊക്കെ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കും. അമ്മ കൊണ്ട് ഒരു പ്രയോജനം നമുക്കിവിടെ ഉണ്ടായിട്ടില്ല. കാരണം അമ്മയിലെ ചില ക്ലവറായ ആൾക്കാർ അവിടെ ഇരുന്ന് അവരുടെ കൺട്രോളിലാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അമ്മ പോലെ ഉള്ള ഒരു സംഘടന കൊണ്ട് നമുക്ക് സമൂഹത്തിനും യാതൊരു ഗുണവും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ബുദ്ധിജീവികളും ഇവിടെയുള്ള സിനിമാ പ്രേമികളും എല്ലാവരും കൂടെ ഒരു പ്രോഹിബിറ്റ് ചെയ്യേണ്ട സിനിമ ഏതാണെന്ന് അവർക്കറിയാം. ഫസ്റ്റ് റിലീസിൽ തന്നെ അറിയാം. അല്ലെങ്കിൽ അതോടുകൂടി അത് നിസ്സഹകരിക്കാനും തിയേറ്ററിൽ അത് പിന്മാക്കാനുമുള്ള ഒരു സംവിധാനം മലയാളത്തിൽ ചെയ്താൽ കൊള്ളാവുന്നതാണ് എൻ്റെ ആഗ്രഹം.